നമസ്കാരം, കോമ്പറ്റീവ് കാക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മുഹമ്മദ് ആസിഫ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഓഗസ്റ്റ് 9-ാം തീയതി, അതായത് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള RRB ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ ചോദ്യങ്ങളാണ്. ഇനി അങ്ങോട്ടും കുറെ ദിവസം പരീക്ഷ നടക്കാനുണ്ട്. അപ്പൊ എങ്ങനെയുള്ള ചോദ്യങ്ങൾ ആ ഗ്രൂപ്പ് ഡിക്ക് ചോദിക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗ്രൂപ്പ് ഡിയില് ജനറൽ അവയർനെസ്സും ജനറൽ സയൻസുമാണ് ഏറ്റവും റാൻഡം ആയിട്ടുള്ള ടോപ്പിക്. എന്തും ചോദിക്കാം. എന്നാലും അവിടുത്തെ പാറ്റേൺ മനസ്സിലാക്കാം. ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് GK എന്നോ കറണ്ട് അഫയേഴ്സ് എന്നോ ഒക്കെ വിളിച്ചോളൂ. ആ ടോപ്പിക്കിൽ നിന്ന് 20 മാർക്കാണ് പൊതുവെ ചോദിക്കുക, അല്ലെ? പൊതുവെ 20 മാർക്കാ ചോദിക്കുക. അതിൽ തന്നെ ഒരു ചോദ്യം വന്നിട്ടുള്ളത് ഓസ്ട്രാ ഹിന്ദ് എന്ന് പറയുന്ന മിലിറ്ററി എക്സസൈസിനെ പറ്റിയിട്ടാണ്. കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. 4th എഡിഷൻ, എത്രാമത്തെ എഡിഷനാണ് നടത്തിയെന്നാണ് ചോദിച്ചത്. 4th എഡിഷൻ ആണ് ഉത്തരം. സോ അവിടെ വന്നിട്ടുള്ള കറണ്ട് അഫെയർ കലർന്നിട്ടുള്ള GK ആണ് അവിടെ വന്നിട്ടുള്ളത്. താഴെ നോക്കിക്കഴിഞ്ഞാൽ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് നിങ്ങൾ പഠിക്കുന്നതാണ്. അതിന്റെ സ്റ്റാറ്റിക് ഏരിയ അല്ലെങ്കിൽ GK ഏരിയ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അവിടെയും ചോദിച്ചത് ഇന്ത്യയുടെ റാങ്ക് എന്താ, അതുപോലെ 1ാം റാങ്കുകാരൻ ആരാണ്. പൊതുവെ ഏത് ഇൻഡെക്സ് ആണെങ്കിലും പഠിക്കേണ്ട 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്നാ ഇൻഡെക്സ് ഇറക്കുന്നത് ആരാ, അടുത്തതോ 1ാം റാങ്ക് ആരാ, പിന്നെ ഇന്ത്യയുടെ റാങ്ക് എത്രയാ. റാങ്ക് പഠിക്കണം, ആരാ ഇറക്കുന്നതെന്ന് പഠിക്കണം. അത്രയും പഠിച്ചാൽ മതി ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം. മുന്നോട്ട് പോകുമ്പോഴോ ഒരു ന്യൂമോണിക്സ് ചോദിച്ചിട്ടുണ്ട്, ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് വെറും ഫുൾ ഫോം അല്ല. അത് ചോദിക്കാൻ കാരണം എന്താണെന്നറിയോ, അതൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു സ്കീമാണ്. ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി ആയതുകൊണ്ടാണ് ചോദിച്ചത്. അതിന്റെ ഫുൾ ഫോം എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ, അത്രേ ചോദിച്ചിട്ടുള്ളൂ. പ്രൈം മിനിസ്റ്റേഴ്സ് റിസർച്ച് ചെയർ അല്ലെങ്കിൽ PMRCയുടെ ഫുൾ ഫോമാ ചോദിച്ചിട്ടുള്ളത്. പല ഓപ്ഷൻസും കാണും, ഒരേപോലെയുള്ള ഓപ്ഷൻസ് ആയിരിക്കും ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് മൊത്തം കിട്ടിയിട്ടില്ല. എന്നാലും മനസ്സിലാക്കുക, സ്കീമുകൾ പഠിക്കുമ്പോൾ ഇപ്പൊ ചോദിക്കാൻ പറ്റുന്ന അടുത്ത സ്കീം എന്താ, PM ശ്രീ ചോദിക്കാം, SHRI എന്താന്ന് ചോദിക്കാം. ഇതിന് മുന്നുള്ള പരീക്ഷയിൽ VB G റാംജിയുടെ ഫുൾ ഫോം ചോദിച്ചു. ഇങ്ങനെയുള്ള ഫുൾ ഫോമുകൾ സ്കീമുകളുടെ മനസ്സിലാക്കുക. പിന്നെ അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അവാർഡുകളാണ്. എങ്ങനെ നോക്കിക്കോ, സ്പോർട്സിലുള്ള ട്രോഫീസ് ആയിക്കോട്ടെ, അവാർഡ്സ് ആയിക്കോട്ടെ, ഒരു 5 മുതൽ 6 ചോദ്യം വരെ സ്പോർട്സും അവാർഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം കണ്ടോ, ഒരുപാട് കഷ്ടപ്പെടാനൊന്നും ചോദ്യകർത്താവ് പോയിട്ടില്ല. പത്മയിൽ നിന്ന് തന്നെ 2 ചോദ്യം. പത്മവിഭൂഷണിൽ നിന്നൊരു ചോദ്യം കിട്ടിയത് ആർക്കാണ്? കിട്ടിയത് രാജം എന്ന് പറയുന്ന ഒരാൾക്കാണ്, വയലിനിസ്റ്റ് ആണ്. അടുത്ത വീണ്ടും പത്മ വിഭൂഷന് ശേഷം അടുത്ത ചോദ്യം അല്ലെങ്കിൽ ആ പാറ്റേണിൽ തന്നെ പിന്നെ ഒരു ചോദ്യം വന്നിട്ടുള്ളത് പത്മഭൂഷണാണ്. നമ്മളെ സംബന്ധിച്ചോളം വളരെ എളുപ്പമാണ്. കാര്യം എന്താ, മമ്മൂട്ടിക്ക് കിട്ടിയത്. ഓക്കെ, അപ്പൊ അതിന്റെ ഓപ്ഷൻസ് എന്തായിരിക്കും? അത്ര എളുപ്പമുള്ള ഓപ്ഷൻസ് ആവില്ല. അതിന്റെ കൂടെ അമിതാഭ് ബച്ചനും ഉണ്ടാവും, മോഹൻലാലും ഉണ്ടാവും, അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും ഓപ്ഷൻസിൽ. സോ വ്യക്തത വേണം. ഇനി സ്പോർട്സിലാണെങ്കിലും ചോദിച്ചിട്ടുള്ളത് എന്താ, ക്രിക്കറ്റ് പിച്ചിന്റെ നീളോ അങ്ങനെ ഒന്നും അല്ല ചോദിക്കുന്നത്, സ്റ്റാറ്റിക് ഏരിയയെ അല്ല ചോദിക്കുന്നത്. വിന്റർ ഒളിമ്പിക്സ് നടന്നത് എവിടെ? അടുത്തത് വിന്റർ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ കിട്ടിയത് ആര്? ഇവിടെ കുറച്ച് ട്രിക്കൊക്കെ ഉപയോഗിക്കാം. വിന്റർ ഒളിമ്പിക്സ് ആണ്. ഐസ് മൂടിയിട്ടുള്ള രാജ്യങ്ങളെ 1ാം സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ളൂ. എന്തായാലും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളൊന്നും വരാൻ പോകുന്നില്ല. അല്ലെങ്കിൽ താഴോട്ടുള്ള വേനൽ നല്ലോണമുള്ള രാജ്യങ്ങളൊന്നും വരാൻ പോകുന്നില്ല. വിന്റർ ഒളിമ്പിക്സ് അല്ലേ. നോർവേ ഓപ്ഷൻ. അപ്പൊ ഓപ്ഷനും കൂടെ നോക്കിയാൽ 1-2 ഒക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാം കളയാൻ പറ്റില്ലെങ്കിലും പഠിക്കുക തന്നെ വേണം. ഇവിടെയും ശ്രദ്ധിച്ചോളൂ, വിന്റർ ഒളിമ്പിക്സ് ഇന്ന് 2 ചോദ്യം. ഓക്കെ, സോ അവാർഡ്സും സ്പോർട്സിനും കൂടുതൽ ഊന്നൽ കൊടുക്കുക, പദ്ധതികൾക്കും നല്ലൊരു ഊന്നൽ കൊടുക്കുക. ഇനി സ്പോർട്സ് അതുകൊണ്ട് കഴിയുന്നില്ല. 2026 മെൻസ് ഹോക്കി. ഒരു കാര്യം ഇവരോട് മനസ്സിലാക്കാനുണ്ട്. 2026 ഇവരുടെ മെയിൻ ഫോക്കസ്. എന്തിന്റെ കാര്യത്തില്? സ്പോർട്സിന്റെ കാര്യത്തില്. ഒരുപാട് പുറകോട്ടൊന്നും പോയിട്ടില്ല. കഴിഞ്ഞ ഒരു 6 മാസത്തെ സ്പോർട്സ് കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി കൂടിപ്പോയാൽ 2025 അവസാനത്തെ 6 മാസം കൂടെ ചോദിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ഒരു കൊല്ലത്തെ നോക്കുക, അതിൽ കഴിഞ്ഞ 6 മാസത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുന്ന് മനസ്സിലാക്കുന്നത്. ഈ ചോദ്യങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. എന്തിനാ പ്രസക്തി ഉള്ളത്? എന്താണ് പാറ്റേൺ? അവാർഡ് കൂടുതലാണ്, സ്പോർട്സ് കൂടുതലാണ്, പദ്ധതികൾ ചോദിക്കുന്നുണ്ട്, അതിന് തന്നെ ഫുൾ ഫോം ചോദിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ജനറൽ അവയർനെസിന് 20 ചോദ്യങ്ങളിൽ നിന്ന് ഏതാണ്ട് ഈ ഒരു ഏരിയ എന്ന ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. കൂടുതൽ കറണ്ട് അഫെയർ ആണെന്ന് മനസ്സിലാക്കി. ഇനി മനസ്സിലാക്കേണ്ടത് എന്താ, സയൻസിൽ നിന്ന് എവിടെ നിന്നാണ് കൂടുതൽ കുട്ടികളുടെയും ടെക്നിക്കൽ ആയിട്ടുള്ള ഡിഗ്രി ഉള്ള കുട്ടികളുടെയും മറ്റു കുട്ടികളുടെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഏരിയ ഏതാണ്? ബയോളജിയാണ്. സയൻസിന് ഇവിടെ എത്ര മാർക്കുണ്ട്? 25 മാർക്കുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 7, 7, 7 അല്ലെങ്കിൽ 8, 8, 8 ആ ഒരു നിലയിലാണ് എന്ത് വരേണ്ടത്, ഓരോരുത്തരും വരുന്നത്. അതുപോലെ തന്നെ വന്നു ബയോളജിയിലെ ചോദ്യങ്ങൾ കണ്ടോളൂ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, നമ്മൾ തുടക്കത്തിൽ പഠിക്കുന്ന ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുന്ന ക്ലാസിഫിക്കേഷൻ, കിങ്ഡം ക്ലാസിഫിക്കേഷൻസ്. അതിൽ തന്നെ നമ്മൾ വിറ്റക്കറിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നതാ.
അവിടെ അവർ ചോദിച്ചത് എന്താ, ബാക്ടീരിയ എന്ന് പറയുന്നത് ഏത് കിങ്ഡത്തിൽ വരും? ഓക്കെ, കിങ്ഡം മൊണീറയില വരുന്നത്. എളുപ്പമുള്ള ചോദ്യം ആയിരുന്നു, പക്ഷെ പഠിച്ചേ പറ്റൂ. ഹ്യൂമൻ ഫിസിയോളജി എന്നുള്ള ചോദ്യം, വിച്ച് ടിഷ്യൂ ഹെൽപ് ടു റിപ്പയർ ആൻഡ് ഹീലിംഗ് ഓഫ് സ്കിൻ വൂൺസ്? നമ്മുടെ കൈയെല്ലാം മുറിഞ്ഞു കഴിയുമ്പോൾ അത് റിപ്പയർ ചെയ്യുന്നത് ആരാ? ഇപ്പൊ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉള്ള സാധനം എന്താണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ റിപ്പയർ ചെയ്യുന്നതാണെന്ന് ചോദിക്കാം. പ്ലേറ്റ്ലെറ്റുകളാണ്. ഇവിടെ വരുന്നത് എന്താ, ഏരിയോളർ, അതുപോലെ എപ്പിത്തീലിയൽ ടിഷ്യൂ. അടുത്തത് വളരെ എളുപ്പമുള്ളതാണ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചതാരാ? അപ്പൊ അടുത്ത വട്ടം എന്ത് ചോദിക്കാം, പ്രോട്ടോൺ കണ്ടുപിടിച്ചതാരാ, ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതാരാ? ഇതെല്ലാം ചോദ്യങ്ങളായിട്ട് പ്രതീക്ഷിക്കാം. ഇവിടുന്ന് മനസ്സിലാക്കുക. എളുപ്പമുള്ള ചോദ്യ, പക്ഷെ പഠിക്കണം. ഇവിടെ തന്നെ എന്താ സംഭവിക്കുന്നുള്ളൂ, NCERT വരുന്നുള്ളൂ. എപ്പോഴും സയൻസിൽ നിങ്ങൾ നോക്കേണ്ട എന്താ, NCERTയിലെ ബോക്സുകളും NCERTയിലെ ഡാറ്റകളും മാത്രം പഠിച്ചാൽ മതി ഗ്രൂപ്പ് ഡിക്ക്, അതിൽ അപ്പുറമായിട്ട് പോകുന്നില്ല. അടുത്ത നോക്കോ, പിന്നെയുള്ള സയൻസ് ഏതാ, ഫുഡ് ചെയിനില് ഏറ്റവും കൂടുതൽ കെമിക്കൽസ് ഉള്ളത് ആർക്കായിരിക്കും? നിങ്ങൾക്കൊരു ഫുഡ് ചെയിൻ അറിയാമായിരിക്കും. താഴേന്ന് മുകളിലോട്ട് പോകുന്ന ഫുഡ് ചെയിൻ, ഏറ്റവും താഴേന്ന് ഏറ്റവും മുകളിലേക്ക് പോകുന്ന ഫുഡ് ചെയിൻ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഏറ്റവും കൂടുതൽ കെമിക്കൽ അടിഞ്ഞുകൂടാൻ പോകുന്ന എവിടെന്നാ? ആലോചിക്കുക, അടിഞ്ഞുകൂടുന്ന എപ്പോഴും എവിടെയായിരിക്കും? ഏറ്റവും ടോപ്പിലുള്ള ആളായിരിക്കും. അതാരാ? വൾച്ചർ അല്ലെങ്കിൽ കഴുകൻ, അല്ലേ? ആൻസർ ഓപ്ഷൻസിൽ നിന്ന് എടുക്കാവുന്നതേ ഉള്ളൂ, കാര്യം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ. മുന്നോട്ട് പോയാൽ കെമിസ്ട്രിയിൽ ചോദിച്ചിട്ടുള്ളത് ആൽഡിഹൈഡ് എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഹെക്സഗൺ പോലെ ഇരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അതിന്റെ IUPAC നെയിമിംഗ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള IUPAC നെയിം എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, AL എന്നാണ്. അലൂമിനിയത്തിന്റെ അല്ല, ആൽഡിഹൈഡിന്റെ AL. പിന്നെ വീണ്ടും ഫിസിക്സ് എന്ന് വെച്ചിട്ടുള്ളത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഇഫ് എ പേഴ്സൺസ് മാസ് ഡബിൾസ് ഇൻ ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് റോളർ കോസ്റ്റർ. ഒരു റോളർ കോസ്റ്ററിൽ കയറി കഴിഞ്ഞാൽ അവന്റെ ഗ്രാവിറ്റേഷണൽ എനർജി എന്താവും, കൂടുവോ കുറയോ എന്നുള്ളതാണ് അവിടുത്തെ പോയിന്റ്. എന്തായാലും ഓപ്ഷൻ എന്തായിരിക്കും? ഒരു മാറ്റവും ഇല്ല, കുറഞ്ഞു, കൂടി, ഇവയൊന്നുമല്ല. സോ അതിന്റെ ആൻസർ എന്താ, ഡബിൾ ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ചോദിച്ചിട്ടുള്ളത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്താണ്, അതിന്റെ ഇക്വേഷൻ ആയിരുന്നു. അടുത്ത ചോദ്യം ഉണ്ടായിരുന്നത് ലെൻസിന്റെ ഫോർമുല വെച്ചിട്ടുള്ള പ്രോബ്ലം ഉണ്ടായിരുന്നു. ഏതൊരു ഫിസിക്സ് പരീക്ഷ എടുത്തോ, ഫിസിക്സ് ഉള്ള ഏതോ ഒരു എക്സാം എടുത്തോ, ലെൻസ് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. ബുദ്ധിമുട്ടുള്ളതല്ല, സാമാന്യ ഇക്വേഷൻ ആയിരിക്കും. 1/u + 1/v ഒക്കെ വെച്ചുള്ള ഇക്വേഷൻ ആയിരിക്കും. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇക്വേഷനിലെ വാല്യൂ ഒന്നും ഇടാനുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടോന്നാണ് ചോദ്യകർത്താവ് നോക്കുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെച്ചിട്ടുള്ള കാൽക്കുലേഷനും അതുപോലെ V = IR, ഓംസ് ലോ വെച്ചിട്ടുള്ള ചോദ്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, I = V/R അല്ലെങ്കിൽ V = IR, അതൊക്കെ വെച്ച് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് RRB ഗ്രൂപ്പ് ഡിയില് കഴിഞ്ഞ ദിവസത്തെ ഫസ്റ്റ് ഷിഫ്റ്റിൽ നടന്നത്. അത് മാത്രമല്ല, ഒരു ദിവസം 3 ഷിഫ്റ്റ് വെച്ച് നടക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താ, ഈ ക്വസ്റ്റ്യൻ പോയി പഠിക്കുക എന്നുള്ളതല്ല, ഇതിന്റെ പാറ്റേൺ മനസ്സിലാക്കുക. അവിടെ തന്നെ സയൻസ് ചോദിക്കുന്ന ഏരിയ NCERT തന്നെയാണെന്നുള്ളത് ഉറപ്പായല്ലോ. GK കൂടുതലുള്ള കറണ്ട് അഫെയർ ആണെന്ന് ഉറപ്പായല്ലോ. 2026 കഴിഞ്ഞ 6 മാസം, അതിന് മുന്നുള്ള 6 മാസം, കഴിഞ്ഞ 6 മാസം വെള്ളം പൊളിച്ചു വിട്ട പോലെ അറിയണം. അതിന് മുന്നത്തെ 6 മാസം എന്ത് ചെയ്യണം, ഒരു ഐഡിയ വേണം. അതിൽ തന്നെ സ്പോർട്സിനും അവാർഡ്സിനും ഊന്നൽ കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായത്. സോ ഇതുപോലെ ഇനിയും പരീക്ഷകൾ വരുന്നുണ്ട്. NTPC വരാൻ പോകുന്നു, SSCയുടെ പരീക്ഷകൾ നടക്കുന്നു. ഇത് ഒരു തുടക്കമായിട്ട് കാണുക, പേടിക്കേ വേണ്ട. ഇനി അങ്ങോട്ട് ഒരുപാട് പരീക്ഷകൾ വരാനുണ്ട്. ഞങ്ങളുടെ കൂടെ ഇതുപോലെ കണ്ടന്റ് മനസ്സിലാക്കി പഠിക്കാൻ താല്പര്യമുള്ളൂ, ഞങ്ങളുടെ കൂടെ കൂടിക്കോളൂ. ഏറ്റവും പുതിയ റെയിൽവേയുടെ ബാച്ച് ALP ഗ്രൂപ്പ് ഡി NTPCയുടെ ബാച്ച് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവര് ഒരു മെന്ററിന്റെ സഹായത്തോടു കൂടെ എക്സാം എല്ലാം ചെയ്ത് റെക്കോർഡഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും എല്ലാം കണ്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി റെഡി ആയിരിക്കും. എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.